അറ്റ്ലീസ്റ്റ് ജാക്കി വെക്കാൻ അറിയോ? അയ്യേ, പ്രധാന പ്രവർത്തന മേഖല ബസ്സിലായിരുന്നെങ്കിലും ഞാൻ ആ ടൈപ്പല്ല. ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ഷോക്കിംഗ്. 9 പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെയാണ് കേസ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. കേസെടുക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെയാണ്. എറണാകുളം നോർത്ത് പോലീസാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ബംഗാളി നടിയുടെ പരാതിയിൽ സിദ്ദിഖിനെതിരെ അതീവ ഗുരുതരമായ പരാതിയാണ് സിദ്ദിഖിനെതിരെയുള്ളത്. മ്യൂസിയം പോലീസ്, തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുന്നു. മുകേഷിനെതിരെ കേസെടുത്ത വിവരം ഇന്ന് രാവിലെയാണ് പുറത്തുവരുന്നത്. മരട് പോലീസാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജയസൂര്യക്കെതിരെ, പ്രമുഖ നടൻ ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നു. എറണാകുളം നോർത്ത് പോലീസ് ഇടവേള ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നു. ഫോർട്ട് കൊച്ചി പോലീസ് മണിയമ്പിള്ള രാജുവിനെതിരെ കേസെടുത്തിരിക്കുന്നു. കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനയുടെ നേതാവ് VS ചന്ദ്രശേഖരനെതിരെ കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. പ്രൊഡക്ഷൻ കൺട്രോൾ നോബിളിനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നു. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിച്ചുവിനെതിരെ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നു. ഏറ്റവും പ്രധാനം മുകേഷിനെതിരെ എടുത്ത കേസാണ്. മുകേഷിന്റെ പ്രതികരണം ഇതുവരെയും എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കൊച്ചിയിലെ നടിയുടെ പരാതിയിലാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അന്യന്റെ ഭാര്യയെ മോഹിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നു. സുഗതായിക പറഞ്ഞേ കയ്യിലിരിപ്പ് ഭീമന്റെ അവളോട് കൂട്ടുപ്രതികളെയൊക്കെ വിളിക്കേ. എല്ലാരും കൂടെ ആലോചിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും, അല്ലേ? അതെ. ഹലോ, സംഗതി സത്യ. ആ റിപ്പോർട്ട് കോടതിയിലെത്തിയാൽ എല്ലാരും അകത്തു പോകും. അതെ, ഞങ്ങൾ എല്ലാരും കൂടെ നാട് വിട്ടാലോ? അതാണ് എന്റെ ശരി. എന്തോ ആര് തുടങ്ങണോന്നാ പറയണേ? സിദ്ദിഖ് തുടങ്ങും. അല്ല ഞാൻ തുടക്കത്തിൽ ഇത്, പിന്നെ ഫിനിഷിംഗിൽ അത് പോട്ടെ. ചെയ്യാവുന്ന കാര്യം മുകേഷിനോട് ഒരു കാൽപ്പായ കടലാസിൽ നിയമസഭാംഗത്തെ രാജിവെച്ച് വീട്ടിൽ പോകാൻ പറയലാണ്. മുകേഷിന് ഇപ്പോൾ MLA ആയിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും. മുകേഷ് MLA ആയിരിക്കുന്നുണ്ട് CPM-നോ കൊല്ലത്തുകാർക്കോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഇനി പുഴുത്ത ഒരാളെ പിന്നെയും പുഴുവരിക്കുന്ന ഈ മാന്യദേഹത്തെ പിന്നെയും ചോദിച്ചുകൊണ്ട് നടക്കും. സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ പ്രവർത്തിക്കുക. ഒന്നും നിർത്തണോ? എന്തോടെ കാണിക്കണേ? ഞാൻ വർക്കിച്ചാലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ കുഴിക്കുക. നീ പോടാവില്ലേ? എന്റെ പറമ്പിൽ ഞാൻ മതിൽ കെട്ടെ ശവക്കുഴിതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. എന്റെ വർക്കിച്ചാൽ ഞാൻ ഇന്നലെ പ്രസംഗിച്ചെന്റെ ഇനിയിപ്പൊ നീ അവന്മാരോട് എന്നിട്ട് മറ്റേ ക്നാപ്പ് എന്നടാ ട്വിസ്റ്റ് അതാണെന്ന് പറഞ്ഞ അവന്മാര് വിശ്വസിക്കോ? ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ സഹോദരിമാരെ, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. എൻ്റെ കുറേ പിക്ചേഴ്സ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ നെക്കഡ് പിക്ചേഴ്സ്. എന്നിട്ട് പറഞ്ഞു ഐ വാണ്ടഡ് ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്റെ 3ാമത്തെ സിനിമ മുതൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ്. ഞാൻ ഇതൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതില് ആരോപണങ്ങളെ ഇനി ധാരാളം വരും. കാര്യം ഇതിന്റെ പറയിൽ പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും. പൈസ അടിക്കാനുള്ളവർ, അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെയൊക്കെ എല്ലാവരും പുറത്തു വരും. പക്ഷേ ഇതിനൊരു അന്വേഷണം ആവശ്യമാണ്. WCC ഒക്കെ പറഞ്ഞത് കറക്റ്റാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിച്ചാനെ ഞാൻ ദൈവദൂതനെ പോലെ പൊക്കിയടിക്കാനുള്ള ഒരു പ്ലാനിങ് എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് സംസാരിച്ചതൊക്കെ കുറച്ച് സംസാരിച്ച് മാമുക്കോയ അങ്കിളുടെ അടുത്ത് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. സാർ ഇങ്ങോട്ടും വിളിക്കാറുണ്ടായിരുന്നു. പിന്നീട് സാറിൻ്റെ സംസാരത്തിലൊക്കെ മാറ്റം വന്നു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു മുഹബത്ത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സാറ് സംസാരിച്ച് ലാസ്റ്റിലേക്ക് എത്തുമ്പം ചാനലിനല്ല ഒരു ക്യാമറയ്ക്ക് മുന്നിലോ അല്ലാതെ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ ആയെന്നും പിന്നീട് ബാത്റൂമിലേക്ക് എന്നെ ഓർത്ത് പോയി, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അത് എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇതിപ്പോഴല്ലെന്ന് 6 കൊല്ലം മുമ്പ് 2018 പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല. ഫോൺ വിളിച്ചു രാത്രിയിൽ പല പ്രാവശ്യം. ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല. എടുക്കാതെ ഞാനാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നേ പോയതാണ്. പിന്നെ ഇതിപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാശ് മുടക്കി അവിടെ ചെന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് പിന്നെ അവരെ കൊണ്ട് എന്തായാലും ഇതൊക്കെ ഈ രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം. ഇത് ടാർഗറ്റ് തന്നെ. ഇത് പക്ഷേ ഏറ്റവും അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹമാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കഷനൊക്കെ ഇരിക്കുമ്പോൾ തന്നെ സഡൻലി പിടിച്ച് വലിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഷൂട്ട് തുടങ്ങി കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞപ്പം ഭീകരമായിരുന്നു അയാളുടെ സെക്ഷുവൽ ചോവ കലർത്തിയ സംസാരങ്ങളും അറ്റാക്കുകളും. പക്ഷേ
എന്താ അമ്മേനെ വിളിച്ച് ആണിയേട്ടൻ തറച്ച അടിച്ചു കയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരാളുണ്ട്, ഒരു ആക്ടറുണ്ട്, മിസ്റ്റർ റിയാസ് ഖാൻ. അദ്ദേഹം ഇത് രാത്രി എനിക്ക് ഫോൺ കോൾ വരും. ഒരു ഫോൺ കോൾ മാത്രമാണ്, അതിനുശേഷം അയാളെ പൊടി പോലും ഇല്ല. ഒരു ഫോൺ കോൾ വന്നിട്ട് ഇയാള് വൃത്തികേട് ഇങ്ങനെ അഴിച്ചുവിടുകയാണ്. ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ്, ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊച്ചിയിലെ 9 ഡേയ്സിനുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതി, ഇത് സോക്കോൾ ഒപ്പിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത്. ഇതുപോലെ തെറ്റ് ചെയ്യുന്ന ഒരാളെ പോലും സർക്കാർ സംരക്ഷിക്കില്ല, അതിൽ ഒരു സംശയം. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ പ്രതികരണം വൈകിപ്പോയി എന്ന് പൊതുവെ ഒരു പരാതി ഉയർന്നിട്ടുണ്ട്. നാക്കിற்கு அது ஒரு அபாயமான ஆயுதம். அதனால்தான் வாய்க லாக்கப்புக்குள்ள அடைச்சு வச்சிருக்காங்க. என்ன செய்யறது, இந்த நாகரிக உலகத்துல நான் ஒரு ஏமாளி. இங்க ஒவ்வொரு செலவு அடிப்படையும் ഒരു സതി മറിഞ്ഞു കിടക്ക്. അതെ മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. ചെന്നൈയിൽ കോടീശ്വരൻ പരിപാടിയുടെ ചിത്രീകരണത്തിനിടെ മുകേഷ് മോശമായി പെരുമാറിയെന്ന് ബോളിവുഡ് സിനിമാ പ്രവർത്തക ടെസ് ജോസഫ് വെളിപ്പെടുത്തി. മുറിയിലേക്ക് ഇടതടവില്ലാതെ ഫോൺ ചെയ്യുകയും പിന്നീട് ഹോട്ടലിൽ സ്വാധീനം ചെലുത്തി സ്വന്തം മുറിക്കടുത്തേക്ക് മാറ്റിച്ചുവെന്നും ടെസ് പറഞ്ഞു. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. ഓരോരുത്തന്മാർ രാവിലെ പാലും പഞ്ചാരം ചുണ്ടത്ത് വരട്ടിക്കൊണ്ടെങ്കിൽ ഇറങ്ങിക്കോളും. അലവലാദികൾ ടെലിവിഷനെത്തി വഴിയിലെങ്ങാനും കമ്പയിലൊരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും. പെണ്ണാണോ? അലവലാദികൾ. മിസ്റ്റർ ഭരണകക്ഷിയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നടനും MLA-യുമായ മുകേഷ്. അതെല്ലാം ഈ പറയുന്ന പോലെ ഒന്നും ഒരു കാര്യമില്ലാത്ത സംഭവങ്ങളാണ്. ശശിയെ എന്നാണ് ഈ പറയുന്നത്? സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നും മുകേഷ് പറഞ്ഞു. മുഖ്യമന്ത്രി വരെ വന്നിരുന്നു നുണ പറയാൻ. ആരെ രക്ഷിക്കാനാണ്? വേട്ടക്കാരെ രക്ഷിക്കാൻ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവന് ഒരു ഒന്നാം തരം പിഴയാ. വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അല്ല, എവിടെ പോയി? അന്ന് ഞങ്ങളൊരു ഷോയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതൊന്നും എക്സ്ക്യൂസ് അല്ല. റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകി എന്ന് തുറന്ന് സമ്മതിക്കാൻ വേദനയും പ്രശ്നങ്ങളുമായി പാപ്പൻ ഇവിടെ തന്നെയുണ്ട്. സ്ത്രീ വിഷയത്തിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഒഴിച്ചാൽ പാപ്പൻ ഇപ്പോഴും പഴയ പാപ്പൻ തന്നെയാണ്. നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ് എന്ന വാർത്ത കൂടി ഇപ്പോൾ പ്രേക്ഷകരെ തേടിയെത്തുകയാണ്. യവനൊക്കെ ഇറച്ചികൂടിയതിന്റെ അഹങ്കാരം. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് കേസ്. അറ്റ്ലീസ്റ്റ് ജാക്കി വെക്കാൻ അറിയോ? അയ്യേ, പ്രധാന പ്രവർത്തന മേഖല ബസ്സിലായിരുന്നെങ്കിലും ഞാൻ ആ ടൈപ്പല്ല. ഭർത്താവെ, നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്? ഞാനല്ല ഇത് ചെയ്തത്. ഇവര് പറയുന്നത് പച്ചക്കള്ള. ഞാൻ നിരപരാധിയാണ് സർ, എന്നെ വിശ്വസിക്കണം. പിടിച്ചു എന്നുള്ളത് നേരാ, പക്ഷെ ആണാണെന്ന് കരുതിയാ പിടിച്ചത്. ഓ, അപ്പൊ ആണുങ്ങളെ കയറി പിടിക്കും. അമ്പടാ ഭയങ്കര. എനിക്കെന്തായാലും ഒരെണ്ണം മതി, അത് തന്നെ ധാരാളം. ഞാൻ 2 എണ്ണം അല്ല, അതിൽ കൂടുതൽ താങ്ങും കേട്ടോ. ഒരക്ഷരം പോലും തെറ്റിയില്ല. മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നോക്ക്, പോലീസുകാരും ആ ഡ്രൈവറും ഒക്കെ വന്നിട്ടുണ്ട്. പോലീസുകാരോ? അവരെന്താ എത്രയും വൈകുന്നെന്ന് ആലോചിക്കുകയായിരുന്നു. IPC 3761 ബലാത്സംഗം, IPC 354 സ്ത്രീത്വത്തെ അപമാനിക്കൽ ബലപ്രയോഗം, IPC 452 അതിക്രമിച്ചു കടക്കൽ, IPC 509 സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം വാക്പ്രയോഗം. നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി കിട്ടും. അത് എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണ്. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് അണിയൻപിള്ള രാജുവിനെതിരെയും കേസെടുത്തിരിക്കുന്നു. ഫോർട്ട് കൊച്ചി പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. സിനിമാ ഷൂട്ടിങ്ങിനിടെ അപമാനിച്ചു എന്ന പരാതിയിലാണ് കേസ്. പാവം സാറിന് മനോരോഗ, തലമുടിയിലെങ്കിലും ഒരു ടച്ചിങ്, അത്രേ ഉള്ളൂ അല്ലേ? ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെയാണ്, എറണാകുളം നോർത്ത് പോലീസാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കൊച്ചനെ ജയിലിലെ ശാപ്പാടൊക്കെ കുറെ ഉണ്ടതാ. പണ്ടേ ഉണ്ടയായിരുന്ന കാലത്തുള്ള പഴക്കവാ അതുകളാ. വച്ച് വഹിപ്പിക്കാതെ വിളിച്ചോണ്ട് പോണോ? സർക്കാരിന്റെ ആത്മകഥ പുറത്തിറങ്ങിയിട്ടുണ്ട്. പേര് അഭിനയം അറിയാതെ. എന്നിട്ട്
പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവമാണ് പോലും. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല. എന്ന് പറയുന്ന സംഘടന ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല. പ്രസിഡന്റിനെതിരെയോ ജനറൽ സെക്രട്ടറിയെതിരെയോ വൈസ് പ്രസിഡന്റായ എനിക്കെതിരെയോ ഒരു ആരോപണം വന്ന് പുറത്തു വരട്ടെ. എവിടെ നിന്ന് തുടങ്ങും? എവിടെ നിന്ന് തുടങ്ങണമെന്ന് ലാലേട്ടൻ പറയട്ടെ. ലാലേട്ടൻ നമുക്ക് ആരുടെ പാട്ടിലൂടെയാണ്? സിദ്ദിഖ് സാർ പാടട്ടെ. ലാലേട്ടൻ പറഞ്ഞ സിദ്ദിഖേട്ടൻ അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. അങ്ങേര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. ഇത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. ആവശ്യപ്പെടുന്നത് ഞങ്ങളെ രക്ഷിച്ചിടേണമേ. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ സമയത്ത് വരുന്നത്. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു. പാട്ടെന്താ? പൂവലൊന്നും പുത്തരിയല്ല. 1976 SFIയിൽ തുടങ്ങിയതാണ് ജീവിതം. ട്രാൻസ്ജെൻഡറിന്റെ പരാതിയിൽ ഓൺലൈൻ റിവ്യൂവർ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി uൾപ്പെടെ 3 പേർക്കെതിരെ കേസ്.